അരുൺ പ്രതിയുമായി അല്പസമയത്തിനകം സംഘം കോടതിയിൽ എത്തിച്ചേരും എന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത്. ഇത് കൂടാതെ പ്രതിയുടെ ഭാര്യയെ വാർത്തയറിഞ്ഞ് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പോയടാ എല്ലാരും, നീ മാത്രമേ ഉള്ള ഓടാ. എടാ അത് പോയിട്ടെന്താടാ അത്? അല്ല നടക്കൂ അത്? ഇല്ലടാ, അത് ശരിയായില്ല. ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് പോലും ഇപ്പോൾ ഇല്ല. സമയത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ജോലിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ല പ്രതീക്ഷയോടെ എഴുതിയൊരു എക്സാമാണ്. എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. ഓഫീസർ കൈക്കൂലിയുടെ ആളാണ്. നീ ഒരു 10,000-15,000 അങ്ങനെ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നീ പൈസ ഇല്ലെങ്കിൽ പറ, ഞാൻ അവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. അതൊന്നും വേണ്ട. എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ വീട്ടിലേക്ക് ഈ അരിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നീയല്ലേ? ഞാനാണ്. എന്നിട്ടൊരു ദിവസം നീ പോയി ഉണ്ണായിരിക്കുമ്പോ നിന്റെ അമ്മ നിന്നോട് കാശ് ചോദിച്ചാലോ? ഊണിന്റെ കാശ്. എടാ അതുമായിട്ട് എന്താ ബന്ധം? അതുപോലെ തന്നെടാ ഇതും. നമ്മുടെ കാശ് കൊണ്ടല്ലടാ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു സേവനം ചെയ്യുന്നതിന് വീണ്ടും അവർക്ക് എന്തിനാ കാശ് കൊടുക്കുന്നത്? എടാ നീ പറഞ്ഞൊക്കെ ശരി തന്നെ. പക്ഷെ നീ ആദർശം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ നിനക്ക് നാളെ ജോലി കിട്ടത്തുമില്ല. നിനക്ക് നിന്റെ അമ്മയ്ക്ക് മരുന്ന് പിടിച്ചു കൊടുക്കാനും പറ്റത്തില്ല. നോക്കാം. എന്തായാലും ഇതുവരെ എത്തിയില്ലടാ. നാളെ എന്തായാലും നീ അതുവരെ ഒന്ന് പോകും. നമുക്കറിയാലോ കാര്യങ്ങൾ എന്താണ്. ഒന്നുകൂടെ പോവാം. സാറില്ലേ? ഓ ഉണ്ട്. സാർ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം സാർ ഞാൻ ഓൺലൈനിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അനിയ, ഇതൊന്നും നടപടിയാവുന്ന കേസല്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന 1-2 ദിവസങ്ങൾ കൊണ്ടൊന്നും തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. 5-6 ദിവസം കുറഞ്ഞത് വേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് തന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു നേട്ടവും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, പ്രകാശുണ്ട്, പ്രകാശിനൊന്ന് കണ്ട് സംസാരിക്കും. സാർ 15 ദിവസമായി സാർ ഞാൻ ഇതിന് അപേക്ഷ കൊടുത്തിട്ട്. അനിയ, കാര്യങ്ങളൊക്കെ നടക്കും. പ്രകാശിനെ പോയി ഒന്ന് കാണും. ഓക്കെ സാർ ഈ പ്രകാശം സാർ ഞാനാണ്. സാറ് പറഞ്ഞിരുന്ന ആളാണ്. സാറ് പറയാം. 10,000 കൊടുത്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. പിന്നെ എന്താന്ന് വെച്ചാ ആലോചിച്ചും പറ. സാർ എൻ്റെ അത്രയും പൈസയൊന്നുമില്ല. വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലാത്ത, മരുന്ന് വാങ്ങിക്കാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഇടയിൽ എല്ലാവർക്കും കാര്യങ്ങൾ ഈ പൈസ ഒപ്പിച്ചിട്ട് വാ, മകെല്ലാം ശരിയാക്കാം. ഹലോ, പറയടാ. ജോലിക്ക് അറിയല്ലേ? എന്ന് ജോയിൻ ചെയ്തു? 2 ദിവസം എടാ ജോയിൻ ചെയ്തിട്ട്. അമ്മ സുഖമായിട്ടിരിക്കല്ലേ? ആടാ, അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എന്നാലും നീ അന്ന് ആ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒപ്പിച്ചറിയാ? ശരിടാ, ഞാൻ നിന്നെ വിളിക്കാം. നമസ്കാരം, വിജിലൻസ് ജ്യേഷ്ഠമേഖല ഓഫീസ്. ഹലോ, ക്യാഷൊക്കെ റെഡി ആയിട്ടുണ്ടോ? നാളെ വന്നാൽ മതി. ഞാൻ സാറും അതോടെ കാണും. ഓക്കെ.
പറഞ്ഞല്ലേ ഒരു 4 മണിയാകുമ്പോ ഒരു പ്രകാശ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനായി കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ വിജിലൻസ് സംഘം പിടികൂടി. ഏറെ നാളായി ഈ ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണുള്ളത്. ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ രഹസ്യ നീക്കത്തിലാണ് ഈ ഉദ്യോഗസ്ഥനെ വിജിലൻസ് സംഘം പിടികൂടിയിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ നടപടികൾ നടന്നു വരികയാണ്. വിജിലൻസ് സംഘം ഇപ്പോൾ ഉദ്യോഗസ്ഥരോടൊപ്പം പുറത്തേക്ക് വരുന്നതാണെന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ എന്താണ്? കുറിച്ച് നേരത്തെ തന്നെ വിജിലൻസിൽ പലതവണ പരാതി ലഭിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിൽ വരുന്ന പരാതിക്കാർ അപേക്ഷകരോട് പല കാര്യങ്ങൾക്കായി ഇയാൾ കൈക്കൂലി ആവശ്യപ്പെടുന്നതായിട്ട് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. അപ്പോൾ PSCക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി 10,000 രൂപ ഇയാൾ ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് ഈ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയും അതിനെ തുടർന്ന് നമ്മൾ നടപടി സ്വീകരിക്കുകയാണുണ്ടായത്. സർ, കൈക്കൂലി വാങ്ങുന്ന സംഭവങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുമ്പോൾ സാറിന് പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? പൊതുജനങ്ങൾക്ക് ഇത്തരം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കുറിച്ച് പരാതികൾ ഉള്ള പക്ഷം അത് വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1064 അല്ലെങ്കിൽ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ വിജിലൻസിലേക്ക് അറിയിക്കാവുന്നതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ സർ, താങ്ക് യു. ഇതൊരാളുടെ കഥയല്ല, 1000ങ്ങളുടെ കഥയാണ്. ഇനി സംഭവിക്കാൻ പോകുന്ന 10,000ങ്ങളുടെ കഥ. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെയും അവർക്കെതിരെ പ്രതികരിക്കാൻ മനസ്സുള്ള പൊതുജനത്തിനെയും തേടി കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അഴിമതിയെ തടഞ്ഞു നിർത്താൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നിങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. അപ്രകാരം ഒരു നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാം. അതുപോലെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഉതകുന്ന രീതിയിലുള്ള അഴിമതി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ചു മുന്നേറാം. അതിന് നിങ്ങളും നമ്മളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അതിൻ്റെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.